സാധാരണക്കാരുടെ ഇഷ്ടവാഹനമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതായത് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള മൈലേജും അത് മാത്രമല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള യാത്രാ കംഫേർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനമാണ് മാരുതിയുടെ ബലീനോ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കിഡിലൻ ബലീനോ 2018 മോഡൽ വരുന്ന പെട്രോൾ എഞ്ചിന് വാഹനമാണ്. അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് വരുന്നത് 2018 മോഡലിൽ വരുന്ന ഡെൽറ്റ എന്ന് പറയുന്ന വേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. 60,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ക്വാളിറ്റി വാഹനമാണ്. അപ്പൊ ഇതുപോലെ നല്ല ക്വാളിറ്റി വെഹിക്കിൾസിന്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ. ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും 6,10,000 രൂപ മാത്രമാണ്. ഒരു 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനിൽ വരുന്ന AGS ഗിയർ ബോക്സ്, അതായത് AMT ട്രാൻസ്മിഷനെ ബാക്കിലോട്ട് ഇറങ്ങാത്ത മോഡലിൽ വരുന്ന ഒരു കിടിലൻ വാഹനമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എസ്പെഷ്യലി ലേഡീസിനൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ് ന്യൂ ഷേപ്പിലുള്ള വാഗ്നർ 1.2 ലിറ്റർ വരുന്ന വാഹനം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് വരുന്നത് 2022 മോഡലിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. VX എന്ന് പറയുന്ന പേരിലാണ്. രണ്ട് സൈഡ് എയർ ബാഗ്, ABS കാര്യങ്ങൾ എല്ലാം ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. മാത്രമല്ല 67,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു വാഹനമാണ്. ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ. ഇതുപോലെ നല്ല ക്വാളിറ്റി വെഹിക്കിൾസിന്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും 5,95,000 രൂപ മാത്രമാണ്. 5,10,000 രൂപക്ക് ഒരു കിടിലൻ എക്കോസ്പോർട്ട് ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഇത് മോഡൽ വരുന്നത് 14 മോഡൽ 15 രജിസ്ട്രേഷൻ ആണ്. അതേപോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം ഓടിയിട്ടുള്ളത് 80,000 കിലോമീറ്റർ മാത്രമാണ്. ടൈറ്റാനിയം ആയതുകൊണ്ട് തന്നെ ഇത് അലോയ് വീല്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ന്യൂ ഷേപ്പിൽ വരുന്ന സ്വിഫ്റ്റ് ഇപ്പോൾ അവൈലബിൾ ആണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ആളുകൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു മോഡലാണ് ഈ ഷേപ്പിൽ വരുന്ന സ്വിഫ്റ്റ്. അതിന്റെ മെയിൻ റീസൺ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയോ? അതായത് ന്യൂ ഷേപ്പിൽ വരുന്ന സ്വിഫ്റ്റ് എല്ലാം 3 സിലിണ്ടർ എഞ്ചിനും ഈ ഒരു വാഹനം 4 സിലിണ്ടർ എഞ്ചിനോടും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നുള്ളത് 2023 മോഡലിൽ വരുന്ന കമ്പനി വാറന്റിയോട് കൂടിയിട്ട് വരുന്ന ഒരു കിഡിലൻ സ്വിഫ്റ്റ് മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന ഒരു പെട്രോൾ വാഹനമാണ്. അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് വരുന്നത് 2023 മോഡലിലാണ്. VX എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. വെറും 21,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ക്വാളിറ്റി വാഹനമാണ്. അപ്പൊ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ. ഇതുപോലെ നല്ല ക്വാളിറ്റി വെഹിക്കിൾസിന്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും 7,20,000 രൂപ മാത്രമാണ്. ഈ ഒരു ഓണത്തിനെ ഒരു പുതിയ മോഡല് ബലീനോ എടുക്കാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഭയങ്കര നഷ്ടമായി പോകും. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് 2 കിഡിലൻ ബലീനോ ന്യൂ ഷേപ്പിൽ വരുന്ന 2023 മോഡല് കമ്പനി വാറന്റിയോട് കൂടിയിട്ട് വരുന്ന 2 കിഡിലൻ വാഹനമാണ്. ഒരു മാനുവൽ ട്രാൻസ്മിഷനും ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ആദ്യം നമുക്ക് മാനുവൽ ട്രാൻസ്മിഷന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇത് വരുന്നത് 2023 മോഡൽ വരുന്ന ആൽഫ വേരിയന്റിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പിൽ വെറും 22,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്ത റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു വാഹനമാണ്. അടുത്തത് വരുന്നത് സെയിം 23 മോഡലിൽ വരുന്ന സീറ്റ വേരിയന്റിൽ വരുന്ന ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന ഒരു വാഹനമാണ്. വെറും 26,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്ത സെയിം സിംഗിൾ ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും 9,10,000 രൂപയും ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും 9,10,000 രൂപയും മാത്രമാണ്. അപ്പൊ ഈ 2 വാഹനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ. ഇന്ന് നമ്മൾ കൊണ്ടുവന്നുള്ളത് ഏതൊരു ഫാമിലിക്കും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ വലിയൊരു മെയിൻ്റനൻസ് കോസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സോട് കൂടിയിട്ട് വരുന്ന 2 കിഡിലൻ ഹ്യൂണ്ടായി ഗ്രാൻഡ് ഐറ്റൺ പെട്രോൾ വാഹനങ്ങളാണ്. അപ്പോൾ രണ്ടും ഒരേ കളറിൽ വരുന്ന വാഹനമാണ്. അപ്പോൾ നമുക്ക് ആദ്യം 2014 മോഡലിൽ വരുന്ന ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇത് വരുന്നത് 2014 മോഡൽ വരുന്ന സ്പോർട്സ് വേരിയന്റിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. 80,000 കിലോമീറ്റർ റൺ ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത വാഹനമാണ്. ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും 3,50,000 രൂപ മാത്രമാണ്. അടുത്തത് വരുന്നത് മാഗ്ന വേരിയന്റിൽ വരുന്ന 2015 മോഡല് 16 രജിസ്ട്രേഷനിൽ വരുന്ന 67,000 കിലോമീറ്റർ റൺ ചെയ്ത സെയിം സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത വാഹനമാണ്.
ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും 3,45,000 രൂപ മാത്രമാണ്. അപ്പൊ ഈ രണ്ട് വാഹനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ. ഇതുപോലെ നല്ല ക്വാളിറ്റി വെഹിക്കിൾസിന്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്.